ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മാഷീസ് വ്ളോഗ്. ഞാൻ ഉണ്ടാക്കുന്നതൊരു ഇഫ്താർ വിഭവമാണ്. എൻ്റെ ഇഫ്താർ റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണുക. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നോമ്പ് തുറക്കുമ്പോൾ മാത്രമല്ല, ഈവനിങ് സ്നാക്കായിട്ടും നമുക്കിത് കഴിക്കാം. ചോറ് ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത്. ഈ അരിപ്പോളയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ചോറ്, 1/2 കപ്പ് അരിപ്പൊടി, 1 കപ്പ് തേങ്ങാപ്പാൽ, കാഷ്യൂനട്ട്, റൈസിൻസ്, തേങ്ങാക്കൊത്ത്, ഏലക്ക, ശർക്കര 3 കഷ്ണം. മധുരം നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കാം. ഗീ 1 ടേബിൾ സ്പൂൺ, അല്പം ഉപ്പ്. ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഈ ശർക്കര ഇതിലിട്ട് തിളപ്പിച്ച് അലിയിച്ചെടുക്കാം. ഇതെല്ലാം അലിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വയ്ക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ചോറിട്ട് കൊടുക്കാം. എന്നിട്ട് അരിപ്പൊടി ഇടാം. തേങ്ങാപ്പാൽ പകുതി ചേർക്കാം. ശർക്കര ഉരുക്കിയതും അരിച്ചൊഴിക്കാം. ഉപ്പ് 1 നുള്ള് ചേർത്ത് കൊടുക്കാം. ശർക്കരയിൽ ഉപ്പുള്ളത് കൊണ്ട് നമ്മൾ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപ്പ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തിക്നെസ് നോക്കിയതിന് ശേഷം തേങ്ങാപ്പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ദോശ കുറച്ചുകൂടി ലൂസായിരിക്കണം പോളയുടെ ബാറ്റർ. കണ്ടോ, ഈ പാകം ആയിരിക്കണം. ഇനി ഏലക്ക പൊടിച്ചു വെക്കാം. ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോള ഉണ്ടാക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് ആദ്യം തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ഇതായിട്ടുണ്ട്. ഇത് കോരി മാറ്റിയതിന് ശേഷം കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് വറുത്തെടുക്കാം. അതും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഇതേ ഗീയിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. പാത്രത്തിൻ്റെ 1/4 ഭാഗമേ ഒഴിച്ചു കൊടുക്കാവൂ. ഇത്
എനിക്ക് 2 പോള ഉണ്ടാക്കാനുള്ള ബാറ്റർ ഉള്ളത് കൊണ്ട് ബാക്കി ഞാൻ മാറ്റി വയ്ക്കുന്നു. ലോ ഫ്ലെയിമിലായിരിക്കണം, ഏറ്റവും ചെറിയ ബർണറിൽ തന്നെ വേണം വെക്കേണ്ടത്. 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും റൈസിൻസും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടിയും മുകളിൽ വിതറിക്കൊടുക്കാം. വീണ്ടും ഇത് അടച്ചു വെച്ച് 7 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഒരു ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി നോക്കാം. സ്റ്റിക്കിൽ ബാറ്റർ ഒന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് ആയിട്ടുണ്ട്. ഇത് ഒട്ടുന്നുണ്ട്. ഇതായിട്ടില്ല. നമുക്ക് 3 മിനിറ്റ് കൂടി വയ്ക്കാം. ഇപ്പോൾ ആയിട്ടുണ്ട്. കണ്ടോ, സൈഡെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് ഈ പാനോട് കൂടി തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.